ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമുക്ക് റെസിപ്പീസ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഹെൽത്തി തോരൻ റെസിപ്പിയുമായിട്ടാണ്. പാലക് ചീര വെച്ച് തയ്യാറാക്കാവുന്ന ഒരു ഹെൽത്തി തോരനാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്: ഒരു ചുള ചുവന്നുള്ളി, 1 ടീസ്പൂൺ നല്ല ജീരകം, 5 എരിവുള്ള പച്ചമുളക്. എനിക്ക് ഇപ്രാവശ്യം കിട്ടിയ പച്ചമുളകിന് ഇത്തിരി എരിവ് കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ 5 എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളകിന്റെ എരിവിനനുസരിച്ച് എണ്ണത്തിൽ വ്യത്യാസപ്പെടുത്തി എടുക്കണം. പിന്നെ ഒരു തണ്ട് വേപ്പില, 1/2 കപ്പ്, അതായത് 125 ml കപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് നാളികേരം, 2 മുട്ട, 1 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, പിന്നെ പാലക് ചീര തണ്ടും ഇലയും സെപ്പറേറ്റ് ആയി ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പാലക്കിന്റെ ഇല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, അതുകൊണ്ടാണ് ഞാൻ തണ്ടും ഇലയും സെപ്പറേറ്റ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. രണ്ടും ഒരുമിച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ തണ്ട് വെവ്വാതെ കിടക്കുന്ന പോലെ തോന്നും നമ്മുടെ തോരന്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായി 1 ടീസ്പൂൺ ഉപ്പ് എന്നിവയൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ആദ്യം നമുക്ക് ഈ തോരനിലേക്ക് ആവശ്യമുള്ള നാളികേര അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഞാനൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നാളികേരത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും ചെറിയുള്ളിയും നല്ല ജീരകവും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരണം. നമ്മൾ എലിശ്ശേരിയും അവിയലും ഒക്കെ തയ്യാറാക്കുമ്പോൾ നാളികേരം ചതച്ചെടുക്കുന്ന പോലെ അധികം അറിയാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കേണ്ട കാര്യമേ ഉള്ളൂ. അപ്പം നമുക്കിതൊന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം. കണ്ടില്ലേ, ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഈ ഒരു പരുവത്തിൽ ഞാനിതൊന്ന് ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ചീരത്തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഞാനൊരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന ശേഷം ഇതിലേക്ക് കടുകും വറ്റൽമുളകും ആദ്യം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. സ്റ്റവ് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം നമുക്ക് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന നാളികേരത്തിന്റെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നാളികേരത്തിന്റെ കൂട്ടിനോടൊപ്പം ഞാൻ വേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ 2 മിനിറ്റ് വഴറ്റി കൊടുക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന ചുവന്നുള്ളിയുടെയും ജീരകത്തിന്റെയും ഒക്കെ പച്ചച്ചുവ നന്നായി മാറിക്കിട്ടും. ഈ സമയത്തെല്ലാം ഞാൻ സ്റ്റവ് മീഡിയം ഫ്ലെയിമിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം തീ കൂടിപ്പോയാൽ നമ്മുടെ നാളികേരം ഒക്കെ പെട്ടെന്ന് തന്നെ മൂപ്പ് കൂടിപ്പോകും. ഇനി നമുക്ക് ഈ നാളികേരം ഒക്കെ ഇതുപോലെ ഒന്ന് സൈഡിലേക്ക് നീക്കിയിട്ട ശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2 മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കൊടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിനും കുറച്ച് കൂടുതലായി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത ശേഷം നമ്മുടെ ഈ മുട്ടയും നാളികേരത്തിന്റെ കൂട്ടും എല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മുട്ട കുത്തിപ്പൊരി ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല രീതിയിൽ മുട്ട ഒന്ന് ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ചീരയുടെ തണ്ടാണ്. ആദ്യം തണ്ട് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒപ്പം 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചീര തിന്നാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ മുട്ട കൂടി ചേർത്ത് ഈ രീതിയിൽ തോരൻ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടാവും. സ്റ്റവ് ലോ ഫ്ലെയിമിലേക്ക് സെറ്റ് ചെയ്ത ശേഷം ഈ ഒരു സമയത്ത് ഞാൻ പാൻ ഒരു 2 മിനിറ്റ് നേരത്തേക്ക് മൂടി വെക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ പാനിന്റെ മൂടി തുറന്ന ശേഷം എല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചീരയുടെ ഇല അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇല ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതുപോലെ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. മുട്ടയും നമ്മുടെ നാളികേര അരപ്പും ഒക്കെ ചീരയുടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ മുട്ട ചേർത്ത് കൊടുക്കുന്ന ഓപ്ഷനാണ്. എൻ്റെ മോൾക്ക് മുട്ട തിന്നാൻ ഭയങ്കര മടിയാണ് ഇവിടെ. അത് കാരണം മുട്ട തീറ്റിക്കാനുള്ള ഓരോ സൂത്രവിദ്യകളാണ് ഇതൊക്കെ. നിങ്ങൾ ഇതിലേക്ക് മുട്ട ചേർക്കാതെയാണ് വെക്കുന്നതെങ്കിൽ നാളികേരം വേണമെങ്കിൽ നിങ്ങൾക്ക് 1/4 കപ്പ് വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ മുട്ട കൂടി ചേർത്ത് കൊടുക്കുന്ന കാരണമാണ് 1/2 കപ്പ് നാളികേരം മാത്രം എടുത്തത്. കണ്ടോ, ഇലയൊക്കെ ചേർത്ത് 2 മിനിറ്റ് ഇതുപോലെ വഴറ്റി കൊടുക്കുമ്പോഴേക്കും ഇതിലെ ഇലയൊക്കെ നല്ല പോലെ വാടി വെന്ത് കിട്ടും. ഇനി നമുക്ക് ഇതിൽ ഉപ്പൊക്കെ നോക്കിയ ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. ഉപ്പ് എരിവൊക്കെ നല്ല കറക്റ്റ് പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ ഇതിനു മുന്നേ നമ്മുടെ സാധാരണ ചീര മുട്ട ചേർത്ത് വെക്കുന്ന വീഡിയോ ഇട്ടിരുന്നു. അതൊരു വേറൊരു സ്റ്റൈലിലാണ് ഞാൻ വെച്ചിരുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി കണ്ടു നോക്കണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അങ്ങനെ അടിപൊളി രുചിയിൽ നമ്മുടെ പാലക് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വെറൈറ്റി ആയിട്ടുള്ള ചീരത്തോരൻ തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കാനും ഒപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എന്നാൽ മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.